നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇദ്ദേഹത്തിന് എന്താ പറ്റിയത്? അത് ഇന്നലെ രാത്രി കൊണ്ടുവന്നതാ. ആള് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെ ചേർന്ന് തല്ലി ചതച്ചാണെന്നാ തോന്നുന്നത്. കൊണ്ടുവരുമ്പോ ബോധം ഉണ്ടായിരുന്നില്ല. ആരെ കൊണ്ടുവന്നേ? അറിയില്ല, ഏതോ ഓട്ടോക്കാരാണ്. നിങ്ങൾ ഇയാളുടെ ബന്ധുവാണോ? ബന്ധുവല്ല, ഞങ്ങളുടെ ഡ്രൈവറാ. ആ, കുറച്ച് ബില്ലടയ്ക്കാനുണ്ടായിരുന്നോ? അത് നിങ്ങളടയ്ക്കോ അതോ? ഞാൻ അടച്ചോളാം. ശരി, എന്നാ ഞാൻ പോയി ബില്ലെടുത്തിട്ട് വരാം. ഈശ്വര, ആരാ ഇങ്ങനെയൊക്കെ ചെയ്ത്? ശിവരാമേട്ട, ശിവരാമേട്ട കണ്ണ് തുറക്ക്. ശിവരാമേട്ട, ഞാനാ അർച്ചനയാ. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്താ എന്നോട് പറയാനുള്ളത്? എന്താ ശിവരാമേട്ട? എന്റെ ശിവരാമേട്ടന്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും വരില്ല. അവളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. എന്താ പറഞ്ഞോളൂ. അയ്യോ, എന്താ പറ്റിയേ? സിസ്റ്റർ, സിസ്റ്റർ, എന്താ? എന്തു പറ്റി? ഡോക്ടർ, ഡോക്ടർ. ശിവരാമേട്ട, എന്താ മോളെ ശിവരാമന് പറ്റിയത്? പോലീസുകാരൻ പറഞ്ഞതുപോലെ അയാൾ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചാണോ? അതെ സച്ചേട്ടാ, ശിവേട്ടന്റെ അവസ്ഥ വളരെ മോശം. എന്നോട് അയാൾക്കെന്തോ പറയണമായിരുന്നു. അതിനുവേണ്ടി തന്നെയാ വിളിപ്പിച്ചതും. പക്ഷെ സംസാരിച്ചു തുടങ്ങിയ ഉടനെ പെട്ടെന്ന് വയ്യാണ്ടായി. ശരിക്കും ആരോ അയാളെ കൊല്ലാൻ തന്നെ ശ്രമിച്ചതാണെന്ന് എനിക്കും തോന്നുന്നു. ശിവരാമന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നോ? ഇല്ല, അവിടെ ആരെയും കണ്ടില്ല. അനാഥമായൊരവസ്ഥയില അയാളോട് കിടക്കുന്നത്. മോളോട് എന്താ അയാൾ പറയാൻ ശ്രമിച്ചത്? അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അച്ഛാ. പക്ഷെ അയാളുടെ അവസ്ഥ കണ്ടപ്പോ കഷ്ടം തോന്നി. നമുക്ക് അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? പണച്ചെലവുകളൊക്കെ വഹിച്ച് ചികിത്സിക്കാം. വേണമെങ്കിൽ സഹായത്തിന് ആരെങ്കിലും കൂടെ നിർത്താം. അയാളുടെ ചികിത്സ നോക്കാന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വേണം സച്ചേട്ടാ. നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ അയാൾക്ക് വേണ്ടി ചെയ്യണം. ഒന്നുമില്ലെങ്കിലും നമ്മൾ വളർത്തുന്നത് അയാളുടെ കുഞ്ഞിനെ. അതിന്റെ നന്ദിയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? അത് ശരിയാണ് മോളെ. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ പോലീസ് സ്റ്റേഷനിലൊന്ന് വിളിച്ച് അന്വേഷിക്കാം. അവരുടെ അന്വേഷണത്തിൽ എന്തെങ്കിലും തുമ്പ് കിട്ടിയിട്ടുണ്ടോന്ന് അറിയാലോ. ഞാൻ നാളെ രാവിലെ ഒന്നുകൂടി ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ ഒന്ന് കണ്ട് സംസാരിക്കാം. ശിവേട്ടന് വേണ്ട ചികിത്സകളൊക്കെ ഏർപ്പാടാക്കാം. അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ച് സംസാരിക്കേ. ഞാൻ അപ്പോഴേക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നാലും ആരായിരിക്കും അയാളെ ഇത്ര ക്രൂരമായി കൊല്ലാൻ ശ്രമിച്ചത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.